ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന വചന പഠന പദ്ധതിയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിലെ 16-ാമത്തെ അധ്യായത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പതിനാറാം അധ്യായത്തിൽ വെളിപാടിലെ 3 സപ്തഗണങ്ങളിലെ അവസാനത്തെ സപ്തഗണമാണ് നാം കാണുക. ക്രോധത്തിൻ്റെ 7 പാത്രങ്ങൾ ചൊരിയപ്പെടുന്നത് ഇവിടെ വിവരിക്കുന്നു. തിന്മയുടെ ശക്തികൾക്കെതിരായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ചരിത്രത്തിലുള്ള ഈ ഇടപെടൽ വിശ്വാസികളുടെ ആരാധന സമൂഹത്തിൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള പ്രത്യുത്തരമായിട്ടാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. 6-ാമത്തെ അധ്യായം മുതൽ നമ്മൾ കേൾക്കുന്ന ആ ഒരു രോദനം, ആ ഒരു പ്രാർത്ഥന, എത്ര നാൾ കൂടി ഞങ്ങൾ കാത്തിരിക്കണം ഈ തിന്മയുടെ ശക്തികൾക്കെതിരെ അവിടുന്ന് പ്രതികാരം ചെയ്യാൻ എന്നുള്ള ആ ഒരു കാത്തിരിപ്പിൻ്റെ അവസാനമായിരിക്കുന്നു. ദൈവം ഈ തിന്മയുടെ ശക്തികൾക്കെതിരെ ശക്തമായിട്ട് ഇടപെടുന്നു. അപ്പോൾ ആരാധന സമൂഹത്തിന് നൽകുന്ന പ്രതീക്ഷയുടെ ഒരു സന്ദേശമാണ് നാം ഇവിടെ കാണുക. അപ്പോൾ 16-ാമത്തെ അധ്യായത്തിൽ ഈ 7 ക്രോധത്തിൻ്റെ പാത്രങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. അപ്പോൾ ഇവിടെ മറ്റ് ഭാഗങ്ങളേക്കാൾ കൂടുതലായിട്ട് പുറപ്പാടിൻ്റെ പശ്ചാത്തലമുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. പുറപ്പാടിലെ വിവരണത്തിലെ പല പ്രതീകങ്ങളും ഇവിടെ കടന്നു വരുന്നു. അപ്പം അതിൻ്റെ കാരണം പഴയ നിയമത്തിലെ ആ ദൈവജനം അടിമത്തത്തിൽ നിന്നും കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ചതുപോലെ പുതിയ നിയമ ജനവും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി ആ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വിവരണം ഇവിടെ നൽകുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആ വാഗ്ദാനം, പഴയ നിയമത്തിൽ നൽകിയിരിക്കുന്ന ആ വാഗ്ദാനം, അത് പൂർണ്ണതയിൽ എത്തുന്നത് ഇവിടെ വിവരിച്ചിരിക്കുന്നു. തിന്മയുടെ ശക്തികൾ ഇല്ലായ്മ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ദൈവജനത്തിന് നൽകുന്ന പ്രത്യാശയുടെ സന്ദേശം നമ്മളിവിടെ കാണുന്നു. നാം വെളിപാട് ഗ്രന്ഥത്തിലെ ഈ അധ്യായങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ലോകാവസാനത്തെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുക. ദൈവം നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ വേദനകളിൽ, സഹനങ്ങളിൽ, ആകാംക്ഷകളിൽ ഒക്കെ നമ്മുടെ കൂടെ നിന്ന് നമ്മെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. തിന്മയുടെ ശക്തികൾ വിജയിക്കുന്നു എന്ന് നമുക്ക് തോന്നിയാലും അവയ്ക്ക് ആത്യന്തികമായിട്ടുള്ള നിലനിൽപ്പൊന്നുമില്ല എന്ന് ഇവിടെ വിവരിക്കുന്നു. കാരണം ഇന്ന് നമ്മുടെ മുന്നിൽ വളരെ പ്രൗഢങ്ങളായിട്ട് കാണപ്പെടുന്ന ഈ സംവിധാനങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാകുന്നത് ഇവിടെ വിവരിക്കപ്പെടുന്നു. അത് നമ്മുടെ ഇടപെടൽ കൊണ്ടല്ല, ദൈവത്തിൻ്റെ ഇടപെടൽ വഴിയായിട്ടാണ്. നാം ആദ്യ ക്ലാസ്സുകളിൽ കണ്ടിരുന്നു വെളിപാട് ഗ്രന്ഥകാരൻ ഉപയോഗിക്കുന്ന അപ്പോക്കലിപ്റ്റിക് ശൈലി. അപ്പോൾ അപ്പോക്കലിപ്റ്റിക് ശൈലിയിൽ ദൈവം തന്നെ തിന്മയ്ക്കെതിരെ ആത്യന്തികമായിട്ട് ഇടപെടുന്നു ഇവിടെ വിവരിക്കുന്നു. തീർച്ചയായിട്ടും മനുഷ്യനും ഈ ചരിത്രത്തിൽ തൻ്റെ ദൗത്യം നിർവഹിക്കുവാനായിട്ടുണ്ട്. അപ്പോൾ ആ മനുഷ്യൻ്റെ അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ ദൗത്യം എന്താണ്? ഈ തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടുക എന്നല്ല. അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ജനതകളുടെ മാനസാന്തരമാണ്. അപ്പോൾ അവരെയൊക്കെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക, തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്തുക, അവയൊക്കെ ഉന്മൂലനം ചെയ്യുക എന്നതൊക്കെ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പോൾ അത് ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഇനി നാം ചെയ്യേണ്ട കാര്യം അത് ജനതകളുടെ മാനസാന്തരം. അപ്പോൾ ആരാധന സമൂഹത്തിന് മുന്നിൽ വളരെ ആഴമേറിയ ഈ ഒരു ചിന്ത, ഈ ഒരു പ്രമേയം ഗ്രന്ഥകാരൻ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നാം ഇവിടെ ക്രോധത്തിൻ്റെ പാത്രങ്ങളുടെ വിവരണത്തിലൂടെ വളരെ ഭീകര ദൃശ്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ പുറകിലുണ്ടായിരിക്കേണ്ട ഒരു ചിന്ത ഇതാണ്: ഇത് ഭീകര ദൃശ്യങ്ങൾ അവതരിപ്പിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട്
ദൈവം നമുക്ക് തരുന്ന ഒരു പ്രത്യാശയുടെ സന്ദേശമാണ്, നമുക്ക് നൽകുന്ന, നമ്മെ പരിമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ വെളിപാട് ഗ്രന്ഥത്തിലെ 16-ാം അധ്യായത്തിലെ 2 ക്രോധത്തിൻ്റെ പാത്രങ്ങൾ ചൊരിയപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു. നമുക്കിനി 4-ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം. 16:4 മൂന്നാമൻ തൻ്റെ പാത്രം നദികളിലും നീരുറവകളിലും ഒഴിച്ചു, അത് രക്തമായി മാറി. അപ്പോൾ ജലത്തിൻ്റെ ദൂതൻ പറയുന്നത് ഞാൻ കേട്ടു, ആയിരിക്കുന്നവനും ആയിരുന്നവനും പരിശുദ്ധനുമായ അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ്. ഇപ്പോൾ 3-ാമത്തെ ക്രോധത്തിൻ്റെ പാത്രം ഒഴിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഇതിനു മുമ്പ് കണ്ട 2-ാമത്തെ ആ ക്രോധത്തിൻ്റെ പാത്രം ചൊരിയുമ്പോൾ കണ്ട ഏകദേശം അതേ കാര്യം തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ഇത് പുറപ്പാട് ഗ്രന്ഥത്തിൽ 7-ാം അധ്യായത്തിൽ 21 വാക്യങ്ങളിൽ കാണുന്ന 1-ാമത്തെ മഹാമാരിക്ക് സമാനമാണ്. അപ്പോൾ നദികളിലെ ജലമെല്ലാം രക്തമയമായിട്ട് മാറുന്നു. ഇനി ഇത് തന്നെ നമ്മൾ വെളിപാട് ഗ്രന്ഥത്തിൽ 8-ാം അധ്യായത്തിൽ 3-ാമത്തെ കാഹളധ്വനിക്ക് ശേഷവും സംഭവിക്കുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ ജലത്തിൻ്റെ മേൽ ഒഴിക്കുന്ന ആ ക്രോധത്തിൻ്റെ പാത്രം, അപ്പോൾ അതെന്തായിരിക്കാം അത് അർത്ഥമാക്കുന്നത്? അപ്പോൾ നദിയിലെ ജലം എന്നൊക്കെ പറയുമ്പോൾ അത് മനുഷ്യരുടെ നിലനിൽപ്പിന് വേണ്ട ജലം തന്നെയാണ്. അപ്പോൾ മനുഷ്യൻ്റെ നിലനിൽപ്പിനെ തന്നെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജലം അത് തിന്മയുടെ ശക്തികളെ പിഞ്ചെല്ലുന്നവർക്ക് അത് മരണത്തിൻ്റെ ഒരു സ്രോതസ്സായിട്ട് മാറുന്നു. എന്നാൽ മറുവശത്താകട്ടെ വിശുദ്ധർ ജീവൻ്റെ ഉറവയിൽ നിന്ന് പാനം ചെയ്യുന്നു. തിന്മയുടെ കൂടെ നിൽക്കുന്നവർ, ദൈവത്തിനെതിരെ നിൽക്കുന്നവർ രക്തത്തിൻ്റെ നദികളിൽ നിന്നും കുടിക്കുന്നു. അപ്പോൾ ഈ 2 പ്രതീകങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിൽ വയ്ക്കുക. വിശുദ്ധർ ജീവൻ്റെ ഉറവയിൽ നിന്ന് കുടിക്കുമ്പോൾ ഈ തിന്മയുടെ കൂടെ നിൽക്കുന്നവർ യഥാർത്ഥത്തിൽ അവർ ആ മരണം തന്നെയാണ് അവർ പാനം ചെയ്യുന്നത്. ഇനിയിവിടെ പ്രകൃതി തന്നെ ഇവരൊക്കെ പോറ്റി വളർത്തിയ പ്രകൃതി തന്നെ ഇവർക്കെതിരെ തിരിയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ പ്രകൃതിയെ ഇവർ അവഗണിക്കുമ്പോൾ ഈ പ്രകൃതി തന്നെ ഇവർക്കെതിരെ തിരിയുന്നു. അപ്പോൾ മനുഷ്യൻ്റെ ആ നാശോന്മുഖമായിട്ടുള്ള തീരുമാനങ്ങളുടെ പരിണത ഫലങ്ങളാണ് ഇവയൊക്കെ. അപ്പോൾ ഇവിടെ അത് രക്തമായിട്ടൊക്കെ മാറുക എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ടത് ഇത് നാം തന്നെയൊക്കെ വരുത്തി വയ്ക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ പ്രപഞ്ചം അത് മരണത്തിൻ്റെ ഉറവിടമായിട്ട് മാറുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പരിണത ഫലങ്ങൾ ഇന്ന് നമ്മുടെ ചുറ്റുമൊക്കെ കാണുന്നുണ്ട്. ഈ പ്രപഞ്ചത്തെയൊക്കെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന രീതിയിൽ സംരക്ഷിക്കാതെ വരുമ്പോൾ അത് വിഷമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ മരണത്തിൻ്റെ ആ ഒരു ഉറവിടമായിട്ട് മാറുന്നതൊക്കെ നാമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല തീർച്ചയായിട്ടും നമ്മെ ഇവിടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇനി തുടർന്ന് 5-ാമത്തെ വാക്യത്തിലേക്ക് നടക്കാം. 5 മുതലുള്ള വാക്യങ്ങൾ, 5, 6, 7 വാക്യങ്ങൾ, അത് ഒരു സ്തോത്രഗീതമാണ്. ഞാൻ ആ ഭാഗമൊന്ന് വായിക്കാം. തുടർന്ന് അതിനെക്കുറിച്ചുള്ള ആമുഖമായിട്ട് ഏതാനും കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. 16-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ജലത്തിൻ്റെ ദൂതൻ പറയുന്നത് ഞാൻ കേട്ടു, ആയിരിക്കുന്നവനും ആയിരുന്നവനും പരിശുദ്ധനുമായ അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ്. എന്തെന്നാൽ അവർ വിശുദ്ധരുടെയും പ്രവാചകന്മാരുടെ രക്തം ചൊരിഞ്ഞു, എന്നാൽ അവർക്ക് അങ്ങ് രക്തം കുടിക്കാൻ കൊടുത്തു, അവർ അതർഹിക്കുന്നു. അപ്പോൾ ബലിപീഠം പറയുന്നത് കേട്ടു, അതേ സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ വിധികൾ സത്യസന്ധവും നീതിയുക്തവുമാണ്. അപ്പോൾ ഇവിടെ ഈ ക്രോധത്തിൻ്റെ പാത്രങ്ങളുടെ വിവരണത്തിനിടയ്ക്ക് ഒരു സ്തുതികീർത്തനം ഇവിടെ ചേർത്തിരിക്കുന്നു. അപ്പം അതിൻ്റെ സാങ്കത്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ വിവരിക്കുന്ന ക്രോധത്തിൻ്റെ പാത്രങ്ങൾ അത് ആരാധനയുടെ ഒരു പശ്ചാത്തലത്തിൽ
പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ നാം മനസ്സിലാക്കണം എന്ന് തന്നെയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം രചിച്ചിരിക്കുന്ന ഭാഗമാണ്. ഇപ്പോൾ ഇവിടെയുള്ള ആ ഘടന ഒന്ന് നോക്കിയാൽ കാണാം. 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദൈവത്തിൻ്റെ വിശുദ്ധിയും നീതിയുമാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. അവിടുത്തെ നീതിപൂർവമായ വിധിയെക്കുറിച്ച് പറയുന്നു. ഇനി 7-ാമത്തെ വാക്യത്തിൽ, അവസാന വാക്യത്തിലും അതേ ആശയം തന്നെ ആവർത്തിക്കുന്നു. ദൈവത്തിൻ്റെ വിധി സത്യസന്ധവും നീതിയുക്തവുമാണ്. ഇനി അവയ്ക്കിടയ്ക്ക് ഉള്ള 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ രക്തം ചൊരിഞ്ഞു, അവർക്ക് രക്തം കുടിക്കുവാനായിട്ട് കൊടുത്തു, അവർ അത് അറിയിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ വിധി സത്യസന്ധവും നീതിയുക്തവുമാണെന്നുള്ള ആ കാര്യം ഇവിടെ വ്യക്തമാക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് പറയുന്നു, ദൈവം അവർക്ക് കൊടുക്കുന്ന ശിക്ഷ അവരത് അറിയിക്കുന്നതാണ്. അവർ രക്തം ചൊരിഞ്ഞു, അവർക്ക് രക്തം കുടിക്കുവാനായിട്ട് കൊടുക്കുന്നു. ഇനി ഇവിടെ പറയുന്ന ജലത്തിൻ്റെ ദൂതൻ എന്നുള്ള ആ ഒരു പ്രയോഗം, അപ്പോൾ അതിൻ്റെ അർത്ഥം യഹൂദ ചിന്തകളിൽ പഞ്ചഭൂതങ്ങൾക്ക് മേൽനോട്ടക്കാരായിട്ട് ദൂതന്മാരെ ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് യഹൂദ രചനകളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ വായുവിൻ്റെയും അഗ്നിയുടെ മേൽ അധികാരമുള്ള ദൂതരെക്കുറിച്ച് വെളിപാട് ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 7-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ വായുവിൻ്റെ മേൽ അധികാരമുള്ള ദൂതൻ, അതുപോലെ 14-ാം അധ്യായത്തിൽ അഗ്നിയുടെ മേൽ അധികാരമുള്ള ദൂതൻ. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ നമുക്കിതിനെ കാണുവാനായിട്ട് സാധിക്കും. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. 5-ാമത്തെ വാക്യത്തിൽ ഇപ്പോൾ ജലത്തിൻ്റെ ദൂതൻ പറയുന്ന ഭാഗം, ആയിരിക്കുന്നവനും ആയിരുന്നവനും പരിശുദ്ധനുമായ അങ്ങ്, ആയിരിക്കുന്നവനും ആയിരുന്നവനും. ഈ പ്രയോഗം നമുക്ക് സുപരിചിതമാണ്. 1-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യത്തിലും 11-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട് ഈ 1-ാമത്തെ അധ്യായത്തിലെ വിവരണമായിട്ട്. അവിടെ പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളാണ്: ആയിരുന്നവനും ആയിരിക്കുന്നവനും വരാനിരിക്കുന്നവനും. അപ്പോൾ വരാനിരിക്കുന്നവനും എന്നുള്ള പ്രയോഗം ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ വരാനിരിക്കുന്നവൻ എന്നത് ഉപേക്ഷിക്കുന്നതിൻ്റെ കാരണം എന്താണ്? അവിടുന്ന് ഇവിടെ ഇതാ സമാഗതനായിരിക്കുന്നു, ഇവിടെ വന്നെത്തിക്കഴിഞ്ഞു. അപ്പോൾ ചരിത്രത്തിൻ്റെ ആ അവസാന ഘട്ടം സമാഗതമായി എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അത് 11-ാം അധ്യായത്തിൽ 17-ാം വാക്യത്തിലും ആ ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. ലോകരാജ്യങ്ങൾ ദൈവത്തിൻ്റെ രാജ്യമായിട്ട് അഭിഷിക്തൻ്റെ രാജ്യമായിട്ട് മാറുന്നു കാണുന്നുണ്ട്. അതായത് ദൈവം വാഗ്ദാനം ചെയ്ത ആ ഒരു ലോകം ഇതാ ഇവിടെ യാഥാർത്ഥ്യമായി എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ വിവരണത്തിലുള്ള ചെറിയ ചില വ്യതിയാനങ്ങൾ ദൈവശാസ്ത്രപരമായിട്ട് വലിയ പൂർണ്ണമാണ് എന്ന് നാം ഇവിടെ കാണുന്നു. അപ്പോൾ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന ആ 3 വിശേഷണങ്ങളിൽ 2 വിശേഷണങ്ങൾ മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അതോടൊപ്പം തന്നെ ഇവിടെ ചേർത്തിരിക്കുന്ന വേറെ ഒരു വിശേഷണം, അവിടുന്ന് പരിശുദ്ധനുമാണ്. അപ്പോൾ പരിശുദ്ധനായ ദൈവം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തിന്മകളെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യുന്നവൻ എന്നുകൂടി അർത്ഥമാക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ വിശുദ്ധിയുടെ സമീപത്ത് തിന്മയ്ക്ക് ഒരു പ്രവേശനവുമില്ല. തിന്മയുടെ നിഴലേശാത്ത ആ ഒരു പ്രകാശം, അതാണ് പരിശുദ്ധി എന്ന് പറയുന്നത്. അപ്പോൾ പരിശുദ്ധനായ ദൈവം ഈ തിന്മയെ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യുന്നവനുമാണ്. അപ്പോൾ ഇവിടെ ആയിരുന്നവനും പരിശുദ്ധനുമായ അങ്ങ് ഈ വിധികളിൽ നീതിമാനാണ്. ഇപ്പോൾ ഇവിടെ അവിടുന്ന് പ്രഖ്യാപിക്കുന്ന വിധികൾ, ഈ തിന്മയുടെ ശക്തികൾക്കെതിരെ അവിടുന്ന് നടപ്പാക്കുന്ന വിധി, അത് ദൈവത്തിൻ്റെ സർവാധികാരം തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ റോമൻ സാമ്രാജ്യവും അതുപോലുള്ള സാമ്രാജ്യങ്ങളുമൊക്കെ തങ്ങളാണ് ലോകത്തിൻ്റെ മേൽ ഭരണം നടത്തുന്നത്, തങ്ങൾക്കാണ് സർവ്വ അധികാരമുള്ളത് എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ ഇവിടെ വെളിപാട് ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുന്നു, ആത്യന്തികമായിട്ട് അധികാരമുള്ളവൻ ദൈവം തന്നെയാണ്.
അപ്പോൾ ഈ ദൈവം പുറപ്പെടുവിക്കുന്ന വിധി അത് എല്ലാവരെയും അത് ബാധിക്കുന്നുമാണ്. ഇനി വിധിയുടെ പ്രത്യേകത അതിവിടെ പറയുന്നു, ഈ വിധികളിൽ അവിടുന്ന് നീതിമാനാണ്. അപ്പോൾ ദൈവം പുറപ്പെടുവിക്കുന്ന വിധികൾ അത് നീതി നിറഞ്ഞതാണ്. പീഡിതരായ വിശ്വാസികൾക്കുള്ള രക്ഷയും അധർമ്മികളുടെ മേലുള്ള വിധിയും ദൈവത്തിൻ്റെ നീതിയുടെ പ്രകടനമാണ്. ഇപ്പോൾ നീതി എന്ന് പറയുമ്പോൾ തിന്മയ്ക്കെതിരെ ഉള്ള അവിടുത്തെ വിധിയും ദൈവത്തോട് കൂടെ നിൽക്കുന്ന ആ ദൈവവിശ്വാസികൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യുന്ന രക്ഷയും അർത്ഥമാക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആ ന്യായയുക്തമായിട്ടുള്ള വിധിയെക്കുറിച്ചാണ് ഇവിടെ പറയുക. ഇനി 6-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ വിശുദ്ധരുടെയും പ്രവാചകരുടെയും രക്തം ചൊരിഞ്ഞു, എന്നാൽ അങ്ങ് അവർക്ക് രക്തം കുടിക്കാൻ കൊടുത്തു, അവർ അത് അറിയിക്കുന്നു. അപ്പോൾ ഇവിടെ ദൈവജനം അനുഭവിക്കുന്ന ആ പീഡനങ്ങളെ ഒക്കെ ഇവിടെ വ്യംഗ്യാർത്ഥത്തിൽ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ രക്തസാക്ഷിത്വം വരിച്ച ആ ക്രിസ്ത്യാനികളാണ് ഇവിടെ പശ്ചാത്തലത്തിലുള്ളത്. അപ്പോൾ ഇവരൊക്കെ പഴയ നിയമത്തിൽ പീഡിപ്പിക്കപ്പെട്ട പ്രവാചകർക്ക് തുല്യരാണ്. അപ്പോൾ ഈ പഴയ നിയമത്തിൽ പീഡിപ്പിക്കപ്പെട്ട പ്രവാചകരെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് രാജാക്കന്മാരുടെ പുസ്തകം 1 രാജാക്കന്മാർ 19-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. ഏലിയ പറയുന്ന വാക്യമാണ്, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു. അവർ അങ്ങയുടെ ബലിപീഠങ്ങൾ തകർക്കുകയും അങ്ങയുടെ പ്രവാചകന്മാരെ വാളിനിരയാക്കുകയും ചെയ്തു. ഞാൻ മാത്രമേ ശേഷിച്ചിട്ടുള്ളൂ, എൻ്റെ ജീവനെയും അവർ വേട്ടയാടുകയാണ്. അപ്പോൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാരെയും ഒക്കെ അന്നത്തെ ജനം അവരെ പീഡിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മത്തായി 23:31, മത്തായി 23 പുതിയ നിയമത്തിൽ നമ്മൾ ഈ ഒരു പരാമർശം നമ്മൾ കാണുന്നുണ്ട്. 23-ാം അധ്യായം 31-ാമത്തെ വാക്യം, അത് ദൈവജനത്തിനെതിരായിട്ടുള്ള ആ വാക്യം തന്നെയാണ്. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളാണെന്ന് നിങ്ങൾക്ക് തന്നെ എതിരായി സാക്ഷ്യം നൽകുന്നു. അപ്പോൾ ആ പഴയ നിയമത്തിൽ കാണുന്ന ആ ഒരു കാര്യം അത് പുതിയ നിയമത്തിലും തുടരുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ ഇവിടെ ഗ്രന്ഥകാരൻ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ആ ഒരു അനുഭവം തന്നെയാണ് ദൈവജനത്തിനും ഉള്ളത്. അപ്പോൾ പ്രവാചകന്മാരെ പീഡിപ്പിച്ചതുപോലെ അവർ ഇന്നത്തെ ആ ജനം ഈ ദൈവജനത്തെയും പീഡിപ്പിക്കുന്നു. അപ്പോൾ അവരുടെ ഈ രക്തസാക്ഷിത്വം അത് തീർച്ചയായിട്ടും ഈ തിന്മയുടെ ശക്തികൾ ഇവരുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ തിന്മയുടെ ശക്തികൾക്ക് അവർക്കെതിരെ വിധി പ്രസ്താവിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ആ ശിക്ഷ അത് വിധിക്കുന്നതാണ്, ശിക്ഷ നടപ്പിലാക്കുന്നതാണ് ഇവിടെ വിവരിക്കുന്നത്. ഇനി അത് അതേ ഒരു പ്രയോഗത്തിലൂടെ തന്നെയാണ് ഈ ശിക്ഷ ഇവിടെ അവതരിപ്പിക്കുക. അവർ രക്തം ചിന്തിയെങ്കിൽ അവർക്ക് രക്തം കുടിക്കുവാനായിട്ട് കൊടുക്കുന്നു. ഇനി ഇവിടെ രക്തത്തിൻ്റെ പ്രതീകം ഉപയോഗിക്കുമ്പോൾ അതിന് കുറേ കൂടി ആഴത്തിൽ കുറേ കൂടി ആഴമേറിയ അർത്ഥമുണ്ട് എന്ന് നമ്മൾ കാണുന്നുണ്ട്. കുഞ്ഞാടിൻ്റെ രക്തത്താലാണ് വിശുദ്ധർ രക്ഷ പ്രാപിക്കുന്നത്. കുഞ്ഞാടിൻ്റെ രക്തത്താൽ, തൻ്റെ രക്തത്താൽ അവിടെ നിന്ന് നമ്മെ രക്ഷിക്കുന്നു. ഇനി ഇവിടെയാകട്ടെ ആ രക്തത്തിൻ്റെ ആ പ്രതീകം അത് എടുത്തിട്ട് പറയുന്നു, ഈ രക്തം അവർക്ക് ശിക്ഷയായിട്ട് മാറുന്നു. നദിയെല്ലാം രക്തമയമായി മാറുമ്പോൾ അത് അവർക്ക് ശിക്ഷയായിട്ടാണ് അവർ മാറുന്നത്. അപ്പോൾ രക്തം അത് രക്ഷയുടെയും ശിക്ഷയുടെയും പ്രതീകമായിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇനി ഇവിടെ ഇവർക്ക് രക്തം കുടിക്കാൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ വേറെ ഒരു അർത്ഥം കൂടി ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോൾ ഇവരെ ആ മൃഗത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ, തിന്മയുടെ കൂടെ നിൽക്കുന്നവർ, അവർ വധിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, അവർക്ക് രക്തം കുടിക്കുവാനായിട്ട് കൊടുക്കപ്പെടുകയാണ്. എന്ന് വെച്ചാൽ അവരിവിടെ മരിക്കുന്നതായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നില്ല. അപ്പം അതിൻ്റെ കാരണം എന്തായിരിക്കാം? ഈ തിന്മയുടെ കൂടെ നിൽക്കുന്നവർക്ക് മാനസാന്തരപ്പെടുവാനായിട്ട് ഇനിയും സമയമുണ്ട്. അപ്പോൾ ദൈവം
ഈ തിന്മയുടെ കൂടെ നിൽക്കുന്നവരെ എല്ലാം വധിക്കുന്നതായിട്ട് കൊല്ലുന്നതായിട്ട് ഇവിടെ ഒന്നും വിവരിക്കുന്നില്ല. ഇവർക്കെതിരെ യുദ്ധം ചെയ്യുന്ന ക്രിസ്തു ഇവർക്കെതിരെ യുദ്ധം ചെയ്യുന്ന എപ്രകാരമാണ്? തൻ്റെ വായിലെ മൂർച്ചയേറിയ വാളുകൊണ്ടാണ്, ദൈവവചനത്തിൻ്റെ വാളുകൊണ്ടാണ്. അപ്പോൾ ഈ തിന്മയ്ക്കെതിരെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ വിധി, തിന്മ ചെയ്യുന്നവർക്കെതിരെയല്ല. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന രക്തത്തിന് പകരമായിട്ട് രക്തം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ആ പഴയ നിയമത്തിലുള്ള ഒരു ചിന്താഗതി അനുസരിച്ചാണ്. അതിന് എന്താണ് ഈ പകരം നൽകുന്ന ന്യായവിധി എന്ന് പറയാം. ഇംഗ്ലീഷിൽ റെട്രിബ്യൂട്ടീവ് ജസ്റ്റിസ്, പകരം നൽകുന്ന ഒരു ന്യായവിധി. ഒരു വ്യക്തി എനിക്കൊന്നും നൽകിയാൽ അത് തിരികെ അതേ നാണയത്തിൽ തന്നെ തിരികെ കൊടുക്കുന്നു. ജ്ഞാനം 11:16 പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ട് തന്നെ ശിക്ഷിക്കപ്പെടുമെന്ന് അവർ ഗ്രഹിക്കാനാണ് ഇങ്ങനെ. അപ്പോൾ പാപം ചെയ്യാൻ ഉപയോഗിച്ച വസ്തുക്കൾ കൊണ്ട് തന്നെ അവർ ശിക്ഷിക്കപ്പെടും. അപ്പോൾ അതേ വസ്തുക്കൾ കൊണ്ട് തന്നെ ഇവർ ശിക്ഷിക്കപ്പെടുന്നു. അപ്പോൾ ഈ തിന്മ ചെയ്യുന്നവരെല്ലാം തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടുന്നു ഇവിടെ വിവരിക്കുന്നു. ഇനി തുടർന്ന് 7-ാമത്തെ വാക്യത്തിൽ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നതിന് സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ കൊടുക്കുക. അപ്പോൾ ബലിപീഠം പറയുന്നത് കേട്ടു, അതെ, സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങയുടെ വിധികൾ സത്യസന്ധവും നീതിയുക്തവുമാണ്. അപ്പോൾ വിധി, ദൈവത്തിൻ്റെ വിധി അത് ന്യായപൂർണ്ണമാണ്. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ പദപ്രയോഗങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ബലിപീഠം പറയുന്നത് കേട്ടു. ഇപ്പോൾ ബലിപീഠം പറയുന്നത് കേട്ടു എന്ന് പറയുമ്പോൾ അതൊരു ശൈലിയാണ്. ബലിപീഠം പറയുക, ബലിപീഠത്തിൽ സംസാരിക്കുവാനായിട്ട് പറ്റുമോ? ഇല്ല. അപ്പോൾ അത് അർത്ഥമാക്കുന്നത് ബലിപീഠവുമായിട്ട് ബന്ധപ്പെട്ടവ. ഇപ്പോൾ ബലിപീഠവുമായിട്ട് ബന്ധപ്പെട്ടവ. അപ്പോൾ ബലിപീഠവുമായിട്ട് ബന്ധപ്പെട്ട എന്താണ്? നമ്മൾ 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ മുദ്ര തുറക്കുമ്പോൾ കാണുന്നുണ്ട്. ബലിപീഠത്തിന് കീഴെ വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ കാണുന്നുണ്ട്, അവർ നിലവിളിക്കുന്നത് കാണുന്നുണ്ട്. അപ്പോൾ രക്തസാക്ഷികളുടെ ആ നിലവിളി അല്ലെങ്കിൽ വിശുദ്ധരുടെ ആ പ്രാർത്ഥനകൾ, ഇതൊക്കെയാണ് ആ ബലിപീഠം അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ ശിക്ഷയും തിന്മയ്ക്കെതിരെയുള്ള ശിക്ഷയും വിധിയുമൊക്കെ ദൈവജനത്തിൻ്റെ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുക. 6-ാം അധ്യായത്തിൽ 9-ാമത്തെ വാക്യം, പിന്നെ 8-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ, 9, 13, 11-ാം അധ്യായം 1, 14, 18 ഇവിടെയൊക്കെ ആ ബലിപീഠത്തെക്കുറിച്ചുള്ള ആ സൂചനകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോഴിവിടെ ആ ബലിയർപ്പിക്കപ്പെട്ട ആ വിശ്വാസികളുടെ ശബ്ദമാണ് ഇവിടെ മുഴങ്ങുന്നത്. അപ്പോൾ അവരുടെ അതോടൊപ്പം തന്നെ ഇവിടെ വേറെ ഒരു ആശയം കൂടി ഉൾക്കൊള്ളുന്നു എന്ന് തോന്നുന്നു. വിശുദ്ധരുടെ ജീവിതവും വിശ്വാസികളുടെ പ്രാർത്ഥനകളും ദൈവത്തിന് സ്വീകാര്യമായ ബലിയാണ്. അപ്പോൾ ബലിപീഠം പറയുന്നത് കേൾക്കുന്നു എന്ന് പറയുന്നത് കേട്ടു എന്ന് പറയുമ്പോൾ ഈ വിശുദ്ധരുടെ പ്രാർത്ഥനകളുമൊക്കെ ആണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ ദൈവം ഈ ജനത്തിൻ്റെ രക്തസാക്ഷിത്വത്തിന് കാരണമായവരെ ശിക്ഷിക്കുന്നതാണ് നമ്മൾ കാണുക. അങ്ങനെയെങ്കിൽ 6-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്ന ആ ബലിപീഠത്തിന് കീഴെയുള്ളവരുടെ ആ പ്രാർത്ഥനകൾ, അവരുടെ ചോദ്യം, അതിനുള്ള ഉത്തരം നാം ഇവിടെ കാണുന്നു. അന്ന് അവർ ആവശ്യപ്പെടുന്ന ആ നീതി അതിവിടെ നടപ്പാക്കപ്പെടുന്നു നമ്മൾ കാണുന്നു. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ദൈവത്തിനുള്ള വിശേഷണം സർവശക്തനും ദൈവമായ കർത്താവ്. വീണ്ടും ആ സർവശക്തന് എന്നുള്ള പ്രയോഗം, പാന്തോക്രാത്തോ എന്നുള്ള ആ പ്രയോഗം വെളിപാടിൽ നമുക്കറിയാം. അത് പുതിയ നിയമത്തിൽ വെളിപാടിലാണ് അത് കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സർവശക്തനായ ദൈവം എന്ന് പറയുമ്പോൾ അത് തിന്മയ്ക്കെതിരെയുള്ള ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി ഇവിടെ സത്യസന്ധവും നീതിയുക്തവും എന്നുള്ള ആ പദം ഇവിടെ ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇവിടെ സൂചിപ്പിക്കുന്നത് ദൈവശിക്ഷ അത് അറിയിക്കുന്നവർക്ക് മാത്രം ആണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ വെളിപാട് ഗ്രന്ഥത്തിലെ വിവരണത്തിൽ നാം ഇവിടെ കാണുന്നത് ദൈവത്തിൻ്റെ വചനവും വാഗ്ദാനങ്ങളുമെല്ലാം അവിടുത്തെ പ്രവൃത്തികളെല്ലാം സത്യസന്ധമാണ്. ഇവിടെ മൃഗത്തിൻ്റെ മേൽ വിജയം നേടിയവരുടെ കീർത്തനവും ദൂതൻ്റെ സ്തുതികളും
ബലിപീഠ ശബ്ദവുമൊക്കെ ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അപ്പോൾ വെളിപാട് ഗ്രന്ഥത്തിലെ ഈ 7 മഹാമാരികൾ, ക്രോധത്തിൻ്റെ പാത്രങ്ങൾ ഇവിടെ വിവരിക്കുമ്പോൾ ഇതിലൂടെ ഗ്രന്ഥകാരൻ വ്യക്തമായിട്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് ദൈവം തിന്മയുടെ ശക്തികൾക്കെതിരെ പ്രതികരിക്കുന്നു, ഈ ചരിത്രത്തിൽ ഇടപെടുന്നു. അത് ദൈവത്തിൻ്റെ നീതിയുടെ ഒരു പ്രകടനമാണ്. ഇപ്പോൾ ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണർത്തിക്കുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾക്ക് ദൈവം ഇവിടെ ഉത്തരം നൽകുന്നു. അപ്പോൾ എൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുമ്പോൾ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും സഹനങ്ങൾ വന്നാലും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ എനിക്ക് സാധിക്കണം. തിന്മയുടെ ശക്തികളൊക്കെ വളരെ ആകർഷകമായി അനുഭവപ്പെട്ടാലും അവയ്ക്കൊന്നും ആ വ്യവസ്ഥിതികൾക്കൊന്നും ശാശ്വതമായിട്ടുള്ള നിലനിൽപ്പില്ല എന്നറിയുക. അതുകൊണ്ട് വെളിപാട് ഗ്രന്ഥകാരൻ ഈ ഭാഗത്ത് ആരാധന സമൂഹത്തിൽ അവതരിപ്പിക്കുന്ന സന്ദേശം ഇതാണ്: നമ്മുടെ മുന്നിൽ നമ്മയൊക്കെ മയക്കുന്ന ഈ ഒരു മായിക ലോകമുണ്ടല്ലോ, ഈ തിന്മയുടെ സാമ്രാജ്യങ്ങൾ, ഈ വ്യവസ്ഥിതികൾ, അവയൊക്കെ നമ്മെ മരണത്തിലേക്കാണ് വലിച്ചടുപ്പിക്കുന്നത്. ദൈവം അവയെല്ലാം ഒരിക്കലും ഉന്മൂലനം ചെയ്യും. നിത്യമായി നിലനിൽക്കുന്നത് ദൈവിക രാജ്യം മാത്രമാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട്, ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മുടെ ജീവൻ തന്നെ സമർപ്പിക്കുവാനായിട്ട് ഗ്രന്ഥകാരൻ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.